അത് രണ്ടക്ഷരം പ്രയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. രണ്ടക്ഷരം പ്രയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. എന്താ അക്ഷരം എന്നാ എന്നാ മാപ്ര എന്ന് പറഞ്ഞാൽ അറിയില്ല, ചോദിക്കണം. അന്നല്ലേ ചോദിക്കണ്ടു. എൻ്റെ അറിവിൽ മാധ്യമ പ്രവർത്തകർ എന്നാണ്. അതിനെന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത് അതിനെന്താ കുഴപ്പമെന്ന് പറ. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുകൊണ്ടാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ, മാപ്ര എന്ന് വിജയരാഘവൻ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അല്ല, പ്രയോഗം ശരിയോ തെറ്റെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ്. പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ചോദിക്കായിരുന്നത്? അന്ന് പ്രസംഗത്തിന് ശേഷം ചോദിക്കണം. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിഘണ്ടുവിൽ നോക്കണം. ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ? വെറുതെ എന്നോട് ചോദിക്കുക. മാപ്ര എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ. അതിൻ്റെ ആദ്യത്തെ പിന്നെ പറ. മാധ്യമപ്രവർത്തകർ എങ്ങനെ പരിഹാസം വരുന്നത്? മാധ്യമപ്രവർത്തകർ എങ്ങനെയാ പരിഹാസമാകുക? മാധ്യമപ്രവർത്തകർ മഹനീയമായൊരു ജോലിയല്ലേ. അതിനെന്താ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കുഴപ്പം? ഇനി എന്താ നമ്മൾ വിളിക്കേണ്ടത്? പിന്നെ അല്ല, നിങ്ങൾ ചോദിക്കുക, പറയും. മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? അത് വിളിക്കുക, നമുക്ക് പ്രശ്നമില്ല. അത് ചില ആൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കുന്നതല്ല പ്രശ്നം. അതിന്റെ കൃത്യമായ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം. പോരെ? ധാരാളം കാര്യങ്ങൾ ഇല്ല, ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്രയും. തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് നിങ്ങൾക്ക് എന്താ പറയട്ടെ, മാപ്ര എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ. ഏതാ പത്രം? 24 നാളെ ഒരു വാർത്ത വേണം. ആ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് ചോദിക്കണ്ട കേട്ടോ.